നമസ്കാരം. നിങ്ങൾ യോജിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാറുണ്ട്. അതിലൊന്ന്, ഈ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അവരുടെ ഒരു വനയാത്ര. കുറച്ചൊക്കെ ഈ യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഈ ഒരു യാത്രയിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഏത് യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങുമ്പോഴും ഏറ്റവും കുറച്ച് ലഗേജ് മാത്രം കയ്യിൽ കരുതുക. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ രാമലക്ഷ്മണന്മാരുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രമാണ് അവർ കരുതുന്നത്. അന്ന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും ആവനാഴിയും ഒക്കെയാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യേണ്ടത്. ആ ഒരു സന്ദേശം നമുക്ക് ഈ രാമലക്ഷ്മണന്മാരുടെ ഈ യാത്ര, വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയുള്ള ഈ യാത്ര നൽകുന്നുണ്ട്. രണ്ടാമത് ആഹാരത്തിൻ്റെ കാര്യമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ചും കുട്ടികളുമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ, ഈ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കുട്ടികൾ അവിടെ കാണുന്നതൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ അങ്ങനെ നമ്മളത് വാങ്ങിക്കൊടുത്താൽ എന്താ കുഴപ്പം? പല യാത്രകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ പല സുഹൃത്തുക്കൾക്കും യാത്രകൾ ഇടയ്ക്ക് വച്ച് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ കുട്ടികൾ അതും ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ട് അവരുടെ വയറൊക്കെ ആകെ പ്രശ്നമായി, പനിയായി, ആകെ ബുദ്ധിമുട്ടായിട്ട് യാത്ര തന്നെ റദ്ദാക്കേണ്ടി വന്ന പല അനുഭവങ്ങളും ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ഈ രാമലക്ഷ്മണന്മാരുടെ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ വിശ്വാമിത്ര മഹർഷി അവർക്ക് ഒരു മന്ത്രം ഉപദേശിക്കുന്നുണ്ട്. ബല അതിബല, വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാനുള്ള മന്ത്രം എന്ന നിലയ്ക്കാണ് രാമായണത്തിൽ അത് പറയുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ സന്ദേശം അതൊന്നുമല്ല. ആഹാര കാര്യങ്ങളിൽ ഏത് യാത്രയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ശരി, നിയന്ത്രണം ഉണ്ടാകണം എന്നുള്ള സന്ദേശമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ആഹാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാത്ര പകുതി വിജയിച്ചു എന്ന് അർത്ഥം. ഇനി മൂന്നാമത്തെ കാര്യം, അത് നമ്മൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന മുതിർന്ന ആളുകളുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, സമീപകാലത്തൊക്കെ ആയിട്ട് ഈ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളുമൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ വലിയ റിസ്ക് എടുത്തിട്ട് സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വല്ല പാറയുടെ മുകളിൽ കയറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അവർക്ക് പിന്നീട് അപകടം സംഭവിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണെങ്കിൽ, മുതിർന്നവർ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും അത്രയ്ക്ക് അപകടകരമായിട്ടുള്ള ഭാഗത്തേക്കൊന്നും കുട്ടികളൊന്നും വിടൂലല്ലോ. അതുകൊണ്ട് മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ മാനിക്കണം എന്നാണ് ഈ വിശ്വാമിത്ര മഹർഷി തുടക്കം മുതലേ അവരെ ഉണർത്തുന്ന. രാമലക്ഷ്മണന്മാരെ വനയാത്രയുടെ ആദ്യ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉണർത്തുന്ന രംഗം മുതൽ വിശ്വാമിത്ര മഹർഷി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതുപോലെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരെ ഈ വനയാത്രയിൽ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ഏത് യാത്രയും പ്ലാൻ ചെയ്യാൻ എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുക. ശരി.